കാര്യം നമ്മൾ വിജയ് ഫാൻസൊക്കെ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആപത്തുണ്ടാവുന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. സംഗതി തമിഴ്നാട് ഗവൺമെന്റ്, വിജയ് മുഖ്യമന്ത്രിയായ തമിഴ്നാട് ഗവൺമെന്റ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മുല്ലപ്പെരിയാർ ഡാം, കേരളത്തിലെ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം 152 അടിയായി അതിന്റെ ജലനിരപ്പ് ഉയർത്തും എന്നുള്ളത്. ഇത് വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങളും മലയാളികളും ലോകത്തെമ്പാടുമുള്ള മലയാളികളും എല്ലാവരും വല്ലാത്ത ആശങ്കയിലാണ്. കാരണം 152 അടി എന്ന് പറയുമ്പം നിലവിലെ മുല്ലപ്പെരിയാറിന്റെ സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് 142 അടിയാണ്. അപ്പൊ ഈ 152 അടി എന്ന് പറയുമ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഫുൾ കപ്പാസിറ്റി, അതായത് 152 അടി എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഫുള്ള് നിറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് 152 അടിയായി മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം നിറച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, 1970 ആ കാലഘട്ടത്തിലൊക്കെയാണ് 152 അടിയായിട്ടൊക്കെ ജലനിരപ്പ് ഉയർത്തിയിട്ടുള്ളത്. അതിനുശേഷം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം 136 അടിയായി താഴ്ത്തുകയും അതിനുശേഷം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് 142 അടിയിലോട്ട് ജലനിരപ്പ് ഉയർത്തിയത്. ഇപ്പം 152 അടി ആക്കണം എന്ന് പറയുമ്പം സ്വാഭാവികമായും ഏകദേശം 130 വർഷത്തോളം പഴക്കമുള്ള ഡാമിന് ഈ 152 അടി വെള്ളം താങ്ങാനുള്ള കരുത്തുണ്ടോ എന്നുള്ളത് സംശയമാണ്. കൂടാതെ ഈ 152 അടി ആക്കുമ്പോൾ സ്വാഭാവികമായി ഡാമിൻ്റെ പല പ്രശ്നങ്ങളും നേരിടേണ്ടിയിട്ട് വരും. ഒരു ഭൂകമ്പമോ ഒരു മഴയോ, മാത്രമല്ല ഈ 152 എന്ന് പറയുമ്പോൾ ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഡാമിൽ നല്ലൊരു മഴ പെയ്താൽ തന്നെ വീണ്ടും വെള്ളം വരികയും അത് വളരെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു തമിഴ്നാടിൻ്റെ നീക്കത്തോട് ഒരു കാരണവശാലും ഒരു വിജയ് ഫാനായ ഞാൻ അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രാധാന്യം. തമിഴ്നാട് ഗവൺമെന്റ്, വിജയ് ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ ഗവൺമെന്റും ഇത് ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയായ വിജയ് ഇതിൽ നിന്നും ജനങ്ങളുടെ സുരക്ഷ കയ്യിലെടുത്ത് ഇതിൽ നിന്ന് പിന്മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.